ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കിയായിരുന്നോ? കേട്ടില്ല? അപ്പൊ ഇനി അടുത്തത് വേറൊരു റെസിപ്പിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഒരു ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് തലേ ദിവസത്തെ ചിക്കനൊക്കെ ഉണ്ട്, നമുക്ക് ബാലൻസ് വന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ചിക്കൻ വെച്ച് തന്നെയാണ് ഈ ഒരു ഡിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും നമ്മളങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വലിച്ച് നീട്ടാണ്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഓക്കെ, ബാ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചു കൊടുക്കുക. അതിൽ ഒരു കുക്കറിൽ 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 തക്കാളി, 1 സവാള, 1 പച്ചമുളക്, ഇത് 3ഉം കട്ട് ചെയ്ത് നമ്മളതൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വെളുത്തുള്ളി വന്നിട്ട് കട്ട് ചെയ്ത് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ, അപ്പോൾ ഞാനൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് സവാള ആദ്യം വഴറ്റാനായിട്ടില്ലേ, അപ്പോൾ അതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സായ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് അരി കഴുകി നമുക്കിടാം. അതായത് ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ആ ഒരു വെള്ളം ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി, ആ നനവൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അരി ഒന്ന് ആ കുക്കറിനകത്ത് തന്നെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ ആയിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി ഗൈസ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളത് കുക്കർ അടച്ച് 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് 1 വിസിലാവുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക കുക്കർ. എന്നിട്ട് ഒരു അരമണിക്കൂർ കുക്കർ നമ്മൾ തുറക്കാണ്ട് അതങ്ങനെ തന്നെ വെച്ചേക്കണം. അതിൻ്റെ ആ ഒരു ആവി കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. കറക്റ്റായിട്ട് അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും കുക്കർ തുറക്കുക. ആ അരമണിക്കൂർ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ. അതായത് 1 മുട്ട എടുക്കുക, അത് ചെറുതായിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുക. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചിക്കി എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ തലേ ദിവസത്തെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് പിച്ചി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഷ്രെഡഡ് ചിക്കനാണ് ഇതിനകത്ത് എപ്പോഴും ഇടുക. ഞാനിങ്ങനെ വലിയ പീസായിട്ട് ഇടാറില്ല. അത് ഷ്രെഡഡ് ചിക്കൻ എടുത്തിട്ട് ഈ മുട്ടയുമായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഈ മുട്ടയും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്താ 2 ആയിട്ട് ഇട്ടാൽ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഒന്നിച്ചിടുവാണെങ്കിൽ അത് ആ ഒരു പണി പെട്ടെന്ന് അങ്ങ് കഴിയും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിലുള്ള ചോറൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിലൊന്നും ഈ മുട്ടയും ചിക്കനും ഒന്നും എത്തത്തില്ല, എല്ലാം മുകളിൽ തന്നെ കിടക്കും. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത് സോൾട്ടഡ് ബട്ടറാണേ. കുഞ്ഞു ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഈ ചോറ് ചെറുതായിട്ട് ഈ അവിടെ ഓരോ കുഴി കുഴിച്ചിട്ട് അതിങ്ങനെ ഈ ബട്ടർ ഞാൻ അതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ ചോറ് കൊണ്ട് ഞാനതങ്ങ് മൂടി വയ്ക്കും. അപ്പോൾ ആ ഒരു ചൂടടിച്ചിട്ട് ഈ ബട്ടർ മെൽറ്റായിട്ട് അതിൽ ആ ഒരു സോൾട്ടഡ് ബട്ടറല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ റൈസ് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പം ഒരുപാട് ഉപ്പ് ചേർക്കരുത്, കുറച്ച് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലുള്ള കാര്യം കേട്ടോ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അന്യായ ടേസ്റ്റാണ് കേട്ടോ.
അങ്ങനെ ബട്ടർ എല്ലാം കുഴിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് പെപ്പർ പൗഡർ. കുരുമുളക് പൊടി ഒരുപാട് ഇല്ല, ഞാൻ ഒരു കുഞ്ഞ് ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ആ ഒരു എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ മസാലാസ് ഒന്നും ഇതിനകത്ത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പെപ്പർ പൗഡർ ഇട്ടേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മുടെ ആ ബട്ടർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ പെപ്പറും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഉടനെ തന്നെ സെർവ് ചെയ്യുക, കഴിക്കുക. ആ ബട്ടർ ഇട്ടിട്ടുണ്ടല്ലോ, ആ ബട്ടറൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് ആ റൈസിൽ വരുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അതും വളരെ സിമ്പിളായിരുന്നില്ലേ. അപ്പോൾ ഇതുപോലെ ഇനിയും കൂടുതൽ സിമ്പിൾ റെസിപ്പീസ് എൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ, അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നീമോ ടാറ്റാ.